ഇന്ന് ജൂൺ 27, സമയം ഇപ്പോൾ 8:30 നമ്മളിപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോഴിക്കോട് വരെ പോവുകയാണ്. ജനശതാബ്ദി എക്സ്പ്രസ്സിലാണ് പോകുന്നത്. 9:17 എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. കോഴിക്കോട് 1 മണിയാകുമ്പോൾ എത്തും. പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് വരുന്നത്. 12076. ഞാൻ എടുത്തിരിക്കുന്നത് സെക്കൻഡ് സിറ്റിംഗ് ആണ്. ടിക്കറ്റ് റേറ്റ് വരുന്നത് 125 രൂപയാണ്. ടാക്സും മറ്റും ഉൾപ്പെടെ 137 രൂപയാവും. ഒരു ലോക്കോ കിടക്കുന്നത് കാൺപൂർ WAG9. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ട്രാക്കിൽ കിടക്കുന്നുണ്ട് എറണാകുളം ബാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്. നമ്മൾ പലതവണ കയറിയിട്ടുള്ള ഒരു ട്രെയിനാണത്. അതും ഏകദേശം 9-9:30 ടൈമിലെങ്ങാണ്ടാണ് ഇവിടെ എറണാകുളത്ത് നിന്ന് എടുക്കുന്നത്. ഇനിയും അരമണിക്കൂറിൽ മേലെ എടുക്കും ട്രെയിൻ വരാൻ. ഇപ്പോൾ 8:36 ആയിട്ടുള്ളൂ. ജനറൽ വെയിറ്റിംഗ് ഹാളിലത്തെ പ്ലാറ്റ്ഫോം നമ്പർ 1 സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. ജനറൽ വെയിറ്റിംഗ് ഹാളിലത്തെ ഒരു ബാത്റൂമാണ്, ടോയ്ലറ്റാണത്. വെള്ളം കെട്ടിക്കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തി. 9:17 ഇവിടുന്ന് പുറപ്പെടും. അവിടെ വെള്ളം നിറയ്ക്കുകയാണല്ലോ. മഴ പെയ്തു തുടങ്ങി. നമ്മൾ അവിടെ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും അറിയില്ല. മഴ ഒന്ന് ചെറിയ മഴയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വീഡിയോ എടുത്ത് നടക്കാം. വലിയ മഴയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. വണ്ടി എടുത്തു, കറക്റ്റ് ടൈമിൽ തന്നെ വണ്ടി എടുത്തു. മഴ അസലാട്ടോ, ഹെവി റെയിൻ. ഒരു ട്രാക്ക് അങ്ങോട്ട് പോകുന്നു, നമ്മൾ വേറെ ട്രാക്കിൻ്റെ കൂടെ പോകുന്നു. ഏത് ട്രെയിനാണെന്നും മനസ്സിലാകുന്നില്ല, ചീറിപ്പാഞ്ഞ് പോവല്ലേ. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, പക്ഷേ ഇവിടെ സ്റ്റോപ്പില്ല. ഒമ്പത് 40 നമ്മൾ ആലുവയിലെത്തി. ആലുവ റെയിൽവേ സ്റ്റേഷൻ. മഴ മാറിയിട്ടില്ല, മഴ അത്യാവശ്യമുണ്ട്. ആലുവയിൽ നിന്ന് ട്രെയിൻ എടുത്തു. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് വന്നത്. അല്ല, 1 അല്ല, 3 ആട്ടോ. 1 അപ്പറേ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ സോളാർ പാനലൊക്കെ കാണാം. ഇന്ത്യസ് ഫസ്റ്റ് സോളാർ പവേർഡ് എയർപോർട്ടല്ലേ നമ്മുടെ കൊച്ചി എയർപോർട്ട്. ഈ ഗ്ലാസ്സൊക്കെ തുടച്ചിട്ടിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാമായിരുന്നു. ഇത് ആകെ ഒരു മൂടലാണ്. മഴക്കാലം ആയതുകൊണ്ടാണ് തോന്നുന്നത്. എവിടെ നോക്കിയാലും നല്ല പച്ചപ്പാണ്. പച്ചപ്പെന്ന് പറഞ്ഞാൽ പുല്ല് പിടിച്ച് കിടക്കുകയാണ് എല്ലായിടത്തും.
ഈ ട്രെയിൻ കാലിക്കറ്റ് ജനശതാബ്ദി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയത്തക്ക വലിയ സവിശേഷതയൊന്നുമില്ല. ഒരു നോർമൽ ട്രെയിൻ, പ്രത്യേകിച്ച് സൗകര്യങ്ങളുമില്ല. ഈ സെക്കൻഡ് സീറ്റിംഗ് എപ്പോഴും ബുദ്ധിമുട്ട് തന്നെയുണ്ട്. കാരണം വളരെ എന്താ പറയുക, വീതി കുറഞ്ഞ സീറ്റുകളായിരിക്കും. നമ്മൾ ഇരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൂടുതൽ നേരം യാത്ര ചെയ്യാൻ. സാധാ ബർത്തായിരുന്നെങ്കിൽ നമുക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാകും, കുറച്ചും കൂടി റിലാക്സ്ഡ് ആയാണ്. ഇതിപ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് അടുത്തിരിക്കുന്ന ആളുമായിട്ട് തെങ്ങി ഞെരുങ്ങി ഇരിക്കേണ്ടി വരും. അതൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണത്. കുറച്ചും കൂടി നല്ല സീറ്റുകൾ അവർ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. പ്രത്യേകിച്ച് ഇത് ഇരുന്ന് കല്ല് പോലെ ഇരിക്കണം ഇതിൻ്റെ കുഷിയിലൊക്കെ. ഈ ബസ്സിൽ പോകുന്നതും ട്രെയിനിന് പോകുന്നതും രണ്ടും ഒരു പ്രത്യേക ഫീലാണ്. ട്രെയിനിൽ പോകുമ്പോൾ ഇതുപോലെ പച്ചപ്പും പാടങ്ങളൊക്കെ കണ്ട്, പ്രത്യേകിച്ച് വലിയ ആൾത്താമസമൊന്നും ഇല്ലാത്ത വഴിയിൽ കൂടെ ആയിരിക്കും റെയിൽവേ ട്രാക്ക്. ബസ് അങ്ങനെയല്ല, എല്ലാ ടൗണിൽ കൂടെയാണല്ലോ. കുറച്ചും കൂടി ആൾക്കാരെ കാണും, വലിയ വലിയ പട്ടണങ്ങൾ കാണാം, അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ തിരക്കുകളൊക്കെ. രണ്ടും ഒരു പ്രത്യേക രസം തന്നെയാണ്. പക്ഷേ ട്രെയിനിൽ പോകുമ്പോഴാണ് കുറച്ചും കൂടി കംഫർട്ട് യാത്ര. ബസ്സിൽ എനിക്ക് ഈ വീഡിയോ എടുത്തുകൊണ്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മോഷൻ സിക്നെസ്സിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് പരമാവധി ട്രെയിൻ ആണ് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ബുക്ക് ചെയ്യാറ്. ഇനി ട്രെയിൻ കിട്ടിയില്ലെങ്കിലാണ് ബസ്സിൽ യാത്ര ചെയ്യാവുള്ളൂ. പിന്നെ ട്രെയിനാകുമ്പോൾ കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആണല്ലോ, കാശ് കുറവാണല്ലോ. ബസ്സാകുമ്പം തല്ലിപ്പൊളി, നമ്മുടെ കേരള ബസ് തല്ലിപ്പൊളി ബസ്സാണെങ്കിൽ പോലും നമ്മൾ അതിനനുസരിച്ച് കാശ് കൊടുക്കണം. ആഹാ, നല്ല അസല് മഴയാണ്. നമ്മളിപ്പോൾ വള്ളത്തോൾ നഗർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭാരതപ്പുഴ തന്നെയല്ലേ? ആകെ കലങ്ങി മറിഞ്ഞ് ഇരിക്കുന്നു. എല്ലായിടത്തും ഭയങ്കര മഴയും വെള്ളപ്പൊക്കമൊക്കെ ആണല്ലോ. ഭാരതപ്പുഴയും പൊങ്ങിയിട്ടുണ്ടാവും. ഇത് ഭാരതപ്പുഴയാണോ അതോ വേറെ വല്ലതാണോ എനിക്കറിയില്ല കേട്ടോ. ഈ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നവരൊക്കെ പറയാണ് ഇനി ട്രെയിൻ പാളം തെറ്റിയെന്ന്. അതുപോലെ ഭയങ്കര ജെർക്കും ഭയങ്കര ശബ്ദവും. പിന്നെ ട്രാക്ക് മാറുന്നതായിരിക്കാം. നമ്മളിപ്പോൾ ഈ ഷൊർണൂരിലേക്കായിരിക്കണം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, എത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. Mangalam to Nagarkoil via Kottayam will arrive shortly on platform number 6. Compartment 4, general compartment 5, general compartment 6, general compartment 7, general compartment 8, general. 11:28 ഷൊർണൂരിൽ നിന്ന് വണ്ടി എടുത്തു.
അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പറഞ്ഞ സമയത്തിന് നേരത്തെ എത്തി. ഓൺ ടൈം അല്ല, ബിഫോർ ടൈമാണ്. 12:44 നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറച്ച് നേരത്തെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് ഓബിജറി ക്രോസ് ചെയ്തിട്ട് വേണം, അപ്പുറത്താണ് റോഡ് നമ്മുടെ. വലിയ തിരക്കൊന്നുമില്ല ഈ ടൈമിൽ. നമ്മൾ വന്ന ട്രെയിൻ അതാ കിടക്കുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങിയത് ഏറ്റവും ലാസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ്. ഫസ്റ്റ് പ്ലാറ്റ്ഫോം നല്ല അവിടെയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്കുള്ള എസ്കലേറ്റർ എവിടെയാണ്. 1ലെത്തുമ്പോൾ നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കും കേട്ടോ. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. അവിടെ ക്യൂ കാണാം, പ്രീപെയ്ഡ് ഓട്ടോയ്ക്കുള്ള. നമ്മളങ്ങനെ എറണാകുളത്ത് നിന്നും കോഴിക്കോട് വരെ ബസ്സിലല്ലോ ട്രെയിനിൽ യാത്ര ചെയ്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങുന്നു. സമയം 1 മണിയാകുന്നു. 5 മിനിറ്റും കൂടിയുള്ളൂ 1 മണിക്ക്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു.